കീർത്തനങ്ങളിലൂടെയും അനന്തരമായും ആത്മാവ് ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരുന്നു. ഈ നിമിഷം വരെയും ഈ അസഹനീയമായ ചൂടിൻ്റെ അവസ്ഥ ഞങ്ങൾ അനുഭവിക്കുമ്പോഴും അങ്ങയുടെ വചനത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ തണുപ്പിക്കുകയും ഞങ്ങളുടെ ആത്മമനുഷ്യനെ പുഷ്ടി തരികയും ചെയ്യുന്നതിനായി സ്തോത്രം. ഈ ജനത്തെയും ഓൺലൈനിൽ ഇപ്പോഴും പിന്നീടും വാച്ച് ചെയ്യുന്ന എല്ലാവരെയും പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവേ, നീ അങ്ങനെ ചെയ്യും. കർത്താവ് ഞങ്ങളോട് സംസാരിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നല്ല ഹല്ലേലൂയ പറഞ്ഞ്. കഴിഞ്ഞ ഞായറാഴ്ച പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചത് റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 16-17 വാക്യമാണ്. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആ ദൈവശബ്ദമാണ് കഴിഞ്ഞ ഞായറാഴ്ച മുതൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചത്. വിശ്വാസത്താലുള്ള നീതീകരണം അത് ദൈവ നിയോഗത്തിൻ്റെ ദൈവഹൃദയത്തിൻ്റെ ഒരിഷ്ടമാണ്. കാരണം ഇന്ന് ആ ഫെയ്ത്തിൽ നീതീകരിക്കപ്പെട്ടിട്ടാണ് ഞാനും നിങ്ങളും ഈ ആലയത്തിൽ ഈ പുത്രത്വത്തിൻ്റെ പദവിക്കകത്തേക്ക് വന്നു ചേർന്നിരിക്കുന്നത്. പക്ഷേ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് റോമാ സഭയോട്, ക്രിസ്തുവിൽ വിശ്വാസത്തിൻ്റെ പ്രസിദ്ധി ആർജിച്ച റോമാ സഭയോട് പരിശുദ്ധാത്മ നിയോഗത്തിൽ അപ്പോസ്തലനായിരിക്കുന്ന അഗ്രഗണ്യനായിരിക്കുന്ന പൗലോസ്ലീഹ 5-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ജഡം സംബന്ധിച്ച് യേശു ദാവീദിന്റെ പുത്രനിൽ നിന്ന് ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനെന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാണല്ലോ ഞങ്ങൾ ജാതികളുടെ അനുസരണത്തിനായി അല്ലെ കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരാൻ എൻ്റെ ഹൃദയത്തിൽ പ്രാർത്ഥന മുറിയിൽ നൽകിയൊരു വാക്കാണ് വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച്. എല്ലാവരും ഒന്ന് പറഞ്ഞ് വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച്. ഒന്ന് അടുത്തിരിക്കുന്നവരെ കൊട്ടിയിട്ട് പറഞ്ഞ് വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച്. എന്താ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച്? യേശുവിനെ കുറിച്ച് പറയുകയാണ് വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച്. വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ചാൽ നിന്റെ പദവി ചേഞ്ച് ആകുകയാണ്. എന്താ നിന്റെ പദവി? നിന്റെ പദവി പുത്രത്വത്തിൻ്റെ പദവിയാണ്. വിശ്വസിക്കുന്നവർ മാത്രം അതിനെ സ്വീകരിച്ചോണം. വിശുദ്ധിയുടെ ആത്മാവ് വീണാൽ നിന്റെ പാരമ്പര്യം പൊട്ടും, നിന്റെ മീതെ പുത്രത്വം വെളിപ്പെട്ടു വരും. ഇന്ന് പകൽ ചിലരുടെ പാരമ്പര്യത്തെ പൊട്ടിക്കുന്ന ദൈവ സാന്നിധ്യം ചിലതിൻ്റെ മീതെ ആത്മാവ് വിടുകയാണ്. ഇന്നലെ വരെ നിന്നെ ഫോളോ ചെയ്തതിനെ ആത്മാവ് ബ്രേക്ക് ചെയ്യുന്നു. ഇന്നു മുതൽ അവകാശി എന്ന പുത്രത്വത്തിന്റെ അകത്ത് ആത്മാവ് നിന്നെ ഉറപ്പിക്കുന്നു. എൻ്റെ ആഗ്രഹം ആരും എഴുന്നേക്കരുതെന്നാണ്, അവിടെ തന്നെ ഇരിക്കണമെന്നാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് സമ്മതിക്കത്തില്ല. എൻ്റെ ആഗ്രഹം, കാരണം ഇതൊരു ഡോക്ടറിനൽ മെസ്സേജ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. ഇരുന്നാട്ടെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ 2 പേരുകൾ യേശുവിനുണ്ട്. 1-ാമത്തെ പേര് ദാവീദിൻ്റെ പുത്രൻ, 2-ാമത്തെ പേര് ദൈവത്തിൻ്റെ പുത്രൻ. അങ്ങനെ നാം വായിച്ചേ. ജഡം സംബന്ധിച്ച് യേശുവിൻ്റെ നാമം ദാവീദിൻ്റെ പുത്രൻ എന്നാണ്. പക്ഷേ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് എൻ്റെ യേശുവിൻ്റെ നാമം ദൈവത്തിൻ്റെ പുത്രൻ എന്നാണ്. പക്ഷെ ഇന്ന് പകൽ ആത്മാ വിടുക, നിന്റെ മീതെ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരുമ്പോൾ നിന്റെ പേര്, നിന്റെ റേഞ്ച് ഒരു ഫസ്റ്റ് റാങ്കിങ്ങിലേക്ക് ആത്മാവ് നിന്നെ എടുക്കുകയാണ്. വിശ്വസിക്കുന്നവർ കൈ അടിച്ചതിനെ ഏറ്റെടുത്തോ. പുത്രത്വത്തിൻ്റെ പദവിയിൽ ശാന്തമായിട്ടൊന്ന് പോകട്ടെ. ഇപ്പൊ ജഡം സംബന്ധിച്ച് യേശു ദാവീദിന്റെ സന്തതിയാണ്. പക്ഷേ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് യേശു ദൈവത്തിന്റെ പുത്രനാണ്. ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്കൊരു കാര്യം നടന്നു. എന്താ കാര്യം? ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്ക് ഒരു കാര്യം നടന്നു. ആ വചനം നിങ്ങൾ വായിച്ചവർക്ക് മനസ്സിലായി. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും അടുത്തത് മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിന്റെ ജഡം മരിക്കണം, നിന്റെ അകത്തുള്ള ആത്മമനുഷ്യൻ എഴുന്നേൽക്കണം. ഇന്നൊരു റിസറക്ഷൻ നടക്കുകയാണ്. എനിക്കറിയത്തില്ല, എനിക്കിത് നൃത്തം ചെയ്ത് ആരാധിക്കാൻ ആഗ്രഹമുണ്ട്.
ഇന്ന് പകൽ ചിലർ അസ്തമിക്കും. ഇതുവരെ തുറന്നിട്ടില്ലാത്ത ദൈവത്തിന്റെ പദവി സ്വീകരിക്കുക. ഇരുന്നാട്ടെ, ജഡം സംബന്ധിച്ച് ഇരുന്നാട്ടെ. ഞാൻ അങ്ങനെ ശാന്തമായി പോയി പ്രാർത്ഥിച്ച് നിർത്തുകയാണ്. ദൈവ സാന്നിധ്യം ഇതിന് നടുവിലുണ്ടെങ്കിലും എനിക്കറിയാം അസഹനീയമായ ചൂടുണ്ട്, പലരും ശാരീരിക ബുദ്ധിമുട്ടിലാണ്. അതുപോലെ തന്നെ ഇനി ഇതിന് ശേഷം 3 മീറ്റിങ്ങുകളുണ്ട്. 3 മീറ്റിങ്ങുകളെ പോയി പങ്കെടുത്ത് ഞാൻ വീട്ടിൽ വരുമ്പോൾ ഒരു സമയമാകും. അപ്പോൾ ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയാണ്. പക്ഷേ യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് അടുത്തിരിക്കുന്നവർക്കൊന്ന് ഹൈഫൈ കൊടുത്തോ, തോളിലൊന്ന് തട്ടിയോ, ഒന്ന് കവളിലൊന്ന് നുള്ളിയോ പറഞ്ഞേ, വിശുദ്ധിയുടെ ആത്മാവ് നിന്റെ മേലുള്ളത് കൊണ്ട് നീ പുത്രനും പുത്രിയുമായി മാറിയിരിക്കുന്നു. ഒന്ന് പറഞ്ഞേ, വിശുദ്ധിയുടെ ആത്മാവ് ഉള്ളത് കൊണ്ട് യു ആർ ദ ചൈൽഡ് ഓഫ് ഗാഡ്. നീ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്. എത്ര പേർക്ക് സ്വീകരിക്കാൻ പറ്റുന്നുണ്ട്? ഇതുവരെ നിന്നെ ഫോളോ ചെയ്ത ആ പാരമ്പര്യമില്ലേ, അതിന്ന് ബ്രേക്കായി കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ നിന്റെ വീട്ടുപേരിലാണോ നീ അറിയപ്പെടുന്നത്? നോ, വേണ്ട വേണ്ട. നിന്റെ മേലൊരു ഹോളി അനോയിന്റിങ്, ദ സ്പിരിറ്റ് ഓഫ് ഹോളി, വിശുദ്ധിയുടെ ആത്മാവ്. പക്ഷേ ഞാൻ അവിടെ നിൽക്കുന്നില്ല. ഈ വിശുദ്ധിയുടെ ആത്മാവിനാൽ ദൈവപുത്രനെന്ന് നിർണയിക്കപ്പെട്ടത് കൊണ്ട് ഒരു പ്രത്യേക ദൗത്യം ദൈവം നമ്മെ ഏൽപ്പിച്ചു. ആ ദൗത്യം എന്നാണെന്നറിയാമോ? ജാതികളുടെ അനുസരണം. ഈ ജാതികൾ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നേഷൻസ്, രാജ്യങ്ങൾ എന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ രാജ്യങ്ങളുടെ അനുസരണത്തിനായി 2 ശുശ്രൂഷകൾ നിങ്ങളുടെ മേൽ വീഴുക. ഒന്ന്, കൃപയും അപ്പോസ്തലത്വവും പ്രാപിക്കുന്നു. വിശ്വസിക്കുന്നവർ മാത്രം അതിനെ സ്വീകരിച്ചോ. നിന്റെ മേൽ കൃപ വീഴുകയാണ്, നിന്റെ മേൽ അപ്പോസ്തലത്വം വീഴുകയാണ്. ഇത് വീണാൽ രാജ്യങ്ങൾക്കുള്ള ദൂത്, പട്ടണങ്ങൾക്കുള്ള ദൂത് ആത്മാവ് നിന്റെ മേൽ തുറക്കും. അതിനെ നീ ആരാധിക്കണം, അതിനെ നീ സ്തുതിക്കണം. അതിനെ സ്തുതിക്കണം. കൃപയും അപ്പോസ്തലത്വവും, കമോൺ, കൃപയും അപ്പോസ്തലത്വവും, കൃപയും അപ്പോസ്തലത്വവും, ഇതുമായി നീ ദേശങ്ങളെ കവർ ചെയ്യാൻ പോവുകയാണ്. കൃപയും അപ്പോസ്തലത്വവും. എനിക്കറിയാം ഇന്ന് പകൽ ഇന്റർനാഷണൽ റലങ്ങൾ, ജാതീയ മണ്ഡലങ്ങളെ പൊട്ടിക്കുന്ന, ഡാർക്ക്നെസ് സ്പിരിറ്റിനെ പൊട്ടിക്കുന്ന, ഡിമോണിക് പ്രോജക്റ്റിനെ പൊട്ടിക്കുന്ന ഒരു ഭയങ്കര ഇൻവിസിബിൾ റലങ്ങൾ നമുക്ക് വേണ്ടി തുറക്കുന്നുണ്ട്. ഇത് പ്രാപിക്കുന്ന സമയം. കൃപയും അപ്പോസ്തലത്വവും. Come on. കൃപയും അപ്പോസ്തലത്വവും. ഇത് എന്തിനാ നിനക്ക് തരുന്നതെന്ന് അറിയാവോ? ആ തൊട്ടു മുകളിൽ ഒരു വാക്യമുണ്ട്, വിശ്വാസത്തിന് അനുസരണം വരുത്താൻ. എത്ര പേര് ആമേൻ പറഞ്ഞ് സ്വീകരിക്കും? നിന്റെ ഫെയ്ത്തിൽ ഒരു ഒബീഡിയൻസ് ഉണ്ട്, നിന്റെ വിശ്വാസത്തിനകത്തൊരു അനുസരണമുണ്ട്. Come on. നിന്റെ വിശ്വാസം ഒരു സാധാരണ വിശ്വാസമല്ല, ഇതിനകത്തൊരു അനുസരണമുണ്ട്. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഇരുന്നാട്ടെ. 5-10 മിനിറ്റിനുള്ളിൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. അപ്പോൾ വിശ്വാസത്തിന് അനുസരണം വരുത്തുക. എല്ലാവർക്കും കൈ കൊടുത്ത്
ഒന്ന് ഷേക്ക് ഹാൻഡ് കൊടുത്ത് പറഞ്ഞ്, വിശ്വാസത്തിന് അനുസരണം വരുത്തുക. വിശ്വാസത്തിന് അനുസരണം വരുത്തുക. ഈ പദങ്ങൾ നിങ്ങളുടെ കലണ്ടറിലോ ബൈബിളിലോ മൊബൈൽ ഫോണിലോ ഒക്കെ എഴുതിയിടണം. ഏത് പദമാണ്? വിശുദ്ധിയുടെ ആത്മാവ്, 2 കൃപയും അപ്പോസ്തലത്വവും, 3 വിശ്വാസത്തിന് അനുസരണം. എല്ലാവർക്കും ഫെയ്ത്ത് ഇഷ്ടമാണ്. വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ചവരാണ് നമ്മൾ. പക്ഷേ ഇതിനകത്തൊരു അനുസരണമുണ്ട്. കേട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഒബീഡിയൻസ് ടു ഫെയ്ത്ത്. ഫെയ്ത്തിനകത്തൊരു അനുസരണമുണ്ട്. അവിടെയാണ് കൃപയും അപ്പോസ്തലത്വവും പ്രാപിപ്പാൻ ആത്മാവ് നമ്മെ സഹായിക്കുന്നത്. നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ? എങ്ങനെയാ വിശ്വാസത്തിന് അനുസരണം വരുത്തിയേ? അബ്രഹാമിനെ നോക്കണം. വിശ്വാസത്താല അബ്രഹാം ചിലത് പ്രാപിച്ച്. വിശ്വാസികളുടെ പിതാവാണ് ആര്? പക്ഷേ വിശ്വാസത്തിൻ്റെ നായകൻ യേശുവാ. കേട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. വിശ്വാസികളുടെ ഫാദർ എബ്രഹാം, പക്ഷെ വിശ്വാസത്തിൻ്റെ നായകൻ യേശുവാ. അപ്പോൾ അബ്രഹാം എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടത്? വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടതെന്ന് വചനം പറയുന്നു. പക്ഷേ അബ്രഹാമിൻ്റെ ലൈഫിൽ ഒരു അനുസരണം ഉണ്ടായിരുന്നു. ഏതാ അനുസരണം? നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ പുത്രനെ ഞാൻ കൽപ്പിക്കുന്ന മോറിയ മലയിൽ കൊണ്ടുപോയി നീ യാഗം കഴിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ വിശ്വാസത്തിന് കോട്ടം വന്നില്ല. ആദ്യകാലത്തെ എഴുന്നേറ്റു, കഴുതയ്ക്ക് കോപ്പിട്ടു, ദൈവം കാണിച്ച ദേശത്തേക്ക് പോയി താൻ സ്നേഹിക്കുന്ന തൻ്റെ കുഞ്ഞിനെ ആ യാഗപീഠത്തിന്റെ മുകളിൽ കിടത്തി. എനിക്ക് എൻ്റെ കുഞ്ഞിനേക്കാൾ വലുത് എൻ്റെ ദൈവത്തോടുള്ള അനുസരണമാണ്. എന്നെ റെലോ, എന്നെ ഫെയ്ത്ത്, എന്നെ ഒബീഡിയൻസ്. അത് എൻ്റെ വിശ്വാസത്തിനകത്ത് ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ കുഞ്ഞിനേക്കാൾ വലുത് എനിക്ക് എൻ്റെ ദൈവത്തോടുള്ള അനുസരണമാണെന്ന് അങ്ങനെ കാണിച്ചവന് പേര് കിട്ടി, ഇവൻ വിശ്വാസികളുടെ പിതാവ്, ഇവൻ ബഹുജാതികൾക്ക് പിതാവ്. പക്ഷേ ആ ക്രൂശിലേക്ക് നോക്കണം. ദൈവത്തിൻ്റെ രൂപത്തിൽ ദൈവമായിരിക്കെ ദൈവസമത്വത്തിൽ ഇരിക്കാതെ, മുറുകെ പിടിക്കാതെ, വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി എൻ്റെ യേശു മാറിയെങ്കിൽ അതല്ലേ ശരിക്കും ഒരു അനുസരണം? അതല്ല ശരിക്കും ഒരു അനുസരണം? ഇന്ന് പകല ക്രൂശിലെ യാഗമാണ് നിനക്ക് ദൃഷ്ടാന്തം. അറിയില്ല, എൻ്റെ ഉള്ളം കർത്താവിൽ സന്തോഷിക്കുക. നിന്റെ വിശ്വാസത്തിൻ്റെ അകത്ത് പരിശോധനകൾ വരുമ്പോൾ ഓർത്തോ, ഇത് നിന്നെ തകർക്കാനല്ല, പിശാചിൻ്റെ മുമ്പിൽ ദൈവത്തിന് നിന്നെ തെളിയിച്ച് കാണിക്കാനാ. നീ അനുസരിക്കുന്നവളാണ്, അനുസരിക്കുന്നവനാണെന്ന് പറയാൻ ഇന്ന് പകൽ സ്വർഗം മുഴുവൻ നിങ്ങളെ വാച്ച് ചെയ്യുന്നു. എത്ര കഠിന ശോധന നിന്റെ വിശ്വാസത്തിനെതിരെ ആഞ്ഞടിച്ചാലും ഇല്ല, നീതീകരിക്കപ്പെട്ട ഞാൻ ഈ വിശ്വാസ യാത്രയിൽ എൻ്റെ കപ്പല് തകരാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രാർത്ഥനയോടെ ദിവസം എഴുന്നേറ്റ് നിന്നാട്ടെ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വളരെ ശക്തമേറിയ ഒരു ദൈവശബ്ദത്തിന് അനന്തരമാണ് കർത്താവ് നിങ്ങളെ ഇത് കേൾപ്പിച്ചത്. വിശ്വാസത്തിന് അനുസരണം വരുത്തണം. എല്ലാ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച കർത്താവേ, എൻ്റെ ഫെയ്ത്ത് അതിനകത്തൊരു ഒബീഡിയൻസിനെ ദൈവപ്രസാദ പ്രകാരം കൊണ്ടുപോകുവാൻ അങ്ങനെ സഹായിക്കണമേ. എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അഭിഷക്തന്മാർ, ദൈവദാസിമാർ, യൗവനക്കാർ, നിങ്ങളുടെ മിനിസ്ട്രിയിൽ ഒരു ഭയങ്കര ഫെയ്ത്ത് ആക്ടിവേറ്റ് ആകുമ്പോൾ ഓർക്കുക, അതിനകത്തൊരു അനുസരണമുണ്ട്, ഒരു അനുസരണമുണ്ട്. ആത്മാവ് ശക്തമായി പറയുന്നു, വിശുദ്ധിയുടെ ആത്മാവിൽ കർത്താവ് നിന്നെ പുറപ്പെടുവിക്കാൻ പോകുകയാ. ഈ പകൽ വിശുദ്ധിയുടെ ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കുന്നു. അശുദ്ധിയുടെ മണ്ഡലങ്ങൾ ഇന്ന് പകൽ കർത്താവ് പൊട്ടിച്ചു മാറ്റുന്നു. നീ ജഡം സംബന്ധിച്ച ദാവീദിന്റെ സന്തതി പരമ്പരയിലുള്ളതാണ്. പക്ഷെ നീ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവത്തിൻ്റെ പുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ആമേൻ. നമ്മൾ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാൻ പോകും. എൻ്റെ പാറയാകും യേശുനാഥ. ആമേൻ. ആ പാട്ടിൻ്റെ ഈരടികളൊന്ന് ചേർന്ന് പാടി നമ്മൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കും. ഇന്ന് പകൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ മനുഷ്യരെ കാണിക്കാനോ മനുഷ്യ പ്രസാദത്തിനോ വേണ്ടിയല്ല. നിങ്ങളുടെ ആരാധന സുഗ്രാഹ്യമായിരിക്കട്ടെ. കൈകൾ അടിച്ചോ, നൃത്തം ചവിട്ടിയോ, നമ്മെ നീതീകരിച്ച, വീണ്ടെടുത്ത, നമ്മെ പുത്രന്മാരും പുത്രിമാരുമാക്കി മാറ്റിയ ആ ക്രൂശിലെ അനുസരണത്തിനും ദൈവം നമ്മെ കാണിച്ചിരിക്കുന്ന മുഴുവൻ ഉപദേശ സംഹിതകൾക്ക് നന്ദി പറഞ്ഞ് ആ പാട്ടിൻ്റെ ഈരടികൾ ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം.